പച്ചപ്പുറന്തോടിൽ അകഞ്ചുവന്ന കറുത്ത കുരുക്കൾ കാണും വിധം മുറിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ രൂപത്തിലുള്ള ബാഗ്, അതും പിടിച്ച് കാനിലെ സ്വപ്നവേദിയിൽ നിറചിരിയോടുകൂടി നിൽക്കുന്ന കനികുസൃതിയെ ലോകം കണ്ടത് അഭിമാനത്തോടു കൂടിയായിരുന്നു. അവർ അവിടെ പ്രഖ്യാപിച്ചത് ഒരു രാഷ്ട്രീയം കൂടിയാണ്. അടിച്ചമർത്തപ്പെടുന്നവർക്കും ഇല്ലാതാക്കപ്പെടുന്നവർക്കും ഒപ്പമാണ് താനെന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം. കനികുസൃതി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും കാനിലെ ആ ബാഗുമാണ് ഇന്നത്തെ കാര്യം. കാനിലെ സ്വപ്നവേദിയിലെ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ എല്ലാവരും ചർച്ചയാക്കുന്നത് കനികുസൃതി പിടിച്ച ബാഗിനെ കുറിച്ചാണ്. ലോകത്തിന് മുന്നിൽ അവർ ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയമാണ് അവിടെ ചർച്ചയാകുന്നത്. കൊച്ചു കേരളത്തിൽ നിന്നും ലോകത്തിന് മുന്നിലേക്ക് വലിയൊരു നിലപാട് പ്രഖ്യാപനവുമായാണ് കനി ആ വലിയ വേദിയിലേക്ക് എത്തുന്നത്. അവിടെ അവർ പ്രഖ്യാപിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യമായിരുന്നു. കനി ഉയർത്തിപ്പിടിച്ച ആ ബാഗ് തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തണ്ണിമത്തൻ്റെ ഡിസൈനാണ് ഈ ബാഗിന് നൽകിയിരിക്കുന്നത്. കനി ഈ ബാഗും പിടിച്ചു നിൽക്കുന്ന ചിത്രം നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുമുണ്ട്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനാണ് തണ്ണിമത്തനെ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന കാനിലെ സ്വപ്നവേദിയിൽ മലയാളിയുടെ നിലപാട് പറഞ്ഞ കനിയുടെ ആ ഒരു നിലപാടിന് എല്ലാവരും സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൈയടിക്കുകയാണ്. ഒപ്പം തന്നെ ഉയർന്ന ചോദ്യം, തണ്ണിമത്തൻ എങ്ങനെയാണ് പാലസ്തീൻ്റെ പ്രതീകമായി മാറുന്നത് എന്നുള്ളതാണ്. പാലസ്തീൻ്റെ ദേശീയ പതാകയിലെ നിറങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. യുദ്ധാനന്തരം പാലസ്തീൻ പതാകയിലെ നിറങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിരോധനമാണ് ഇസ്രയേൽ ഏർപ്പെടുത്തിയത്. ഇസ്രയേൽ അധിനിവേശമുള്ള, ഇസ്രയേലിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഈ പതാകയുടെ നിറവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രദർശനങ്ങൾക്കും അനുമതി നൽകിയിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 67 തുടങ്ങിയ ഈ ഒരു നിരോധനം ഏതാണ്ട് 25 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ നിരോധനം പിൻവലിക്കുന്നത്. ആ ഘട്ടത്തിലാണ് തണ്ണിമത്തൻ ഇത്തരത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഒരു സിംബലായി മാറുന്നത്. ഇതാദ്യമായിട്ടല്ല, സ്വന്തം നിലപാടുകളുടെ പേരിൽ കനികുസൃതി എന്ന് പറയുന്ന നടിയും സ്ത്രീയും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുന്നത്. സംസ്ഥാന ഫിലിം അവാർഡ് നേടിയതിനു ശേഷം അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് അവരെ സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരിയാക്കുകയും അവരെ കൈയടിക്കുകയും ചെയ്തിരിക്കുന്നത്. അന്ന് അവാർഡ് നേടിയ ശേഷം അവർ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. തൻ്റെ അവാർഡ് സമർപ്പിക്കുന്നത് PK റോസി എന്ന മലയാള സിനിമയിലെ ആദ്യ നായികയ്ക്കാണ് എന്നുള്ളതായിരുന്നു. പലരും മറന്നുപോയ, പലരും മൂടിവെച്ച ചരിത്രത്തെ അവർ കുറെ കൂടെ ഉച്ചത്തിൽ പറയുകയായിരുന്നു. അതെ, റോസിയോടും ഗാസയിലെ മനുഷ്യരോടും ഒരുപോലെ ഐക്യപ്പെടുന്നതിലൂടെയാണ് കനികുസൃതി എന്ന ആ നടിയുടെയും സ്ത്രീയുടെയും നിലപാടിന് കയ്യടികൾ നൽകേണ്ടത്.